ഹായ് ഗൈസ്, സോ വെൽക്കം ടു അവർ അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോണ ഓർഡർ ബ്ലോക്കിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ PDR ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ FEGനെ പറ്റി പഠിച്ചു അല്ലേ. സോ ഇന്ന് നമുക്ക് ഓർഡർ ബ്ലോക്കിനെ പറ്റി പഠിക്കാം. എന്താണ് ഓർഡർ ബ്ലോക്ക് എന്നും എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. സോ ആദ്യം തന്നെ ഓർഡർ ബ്ലോക്കിനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറൊരാളെ പറ്റി പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പവർ ഓഫ് 3 അഥവാ PO3. എന്താണ് PO3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ICT ട്രേഡിങ്ങിൻ്റെ അകത്തുള്ള ഒരു മെത്തഡോളജിയാണ് PO3 അഥവാ പവർ ഓഫ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ ആക്ച്വലി മാർക്കറ്റിന്റെ 3 ഫേസുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് 3 ഫേസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ പറഞ്ഞ 3 ഫേസുകളെ പറ്റിയിട്ടാണ് PO3യിൽ നമ്മൾ പറയുന്നത്. സോ എങ്ങനെയാണ് ഈ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻസ് നമ്മളെ മാർക്കറ്റിൽ എഫക്ട് ചെയ്യണമെന്നും അതെങ്ങനെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ബന്ധം വരുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വഴി അങ്ങോട്ട് പഠിക്കും. ഓക്കെ, സോ നമുക്കിനൊരു ബുള്ളിഷ് എക്സാമ്പിൾ കാണാം. PO3യുടെ ഒരു ബുള്ളിഷ് എക്സാമ്പിൾ കാണാം. എങ്ങനെയാണ് ഈ ഒരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ വർക്ക് ആവണം എന്നുള്ളതിൻ്റെ ഒരു ബുള്ളിഷ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ കറന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ നടക്കുന്ന ഒരു സിനാറിയോ ആണ്. ഓക്കെ, കറന്റ് മാർക്കറ്റ് ഒരു പ്രൈസിൽ നിൽക്കുവാണ്. ഓക്കെ, കറന്റ് പ്രൈസിൽ മാർക്കറ്റ് നിൽക്കുവാണ്. സോ ഇവിടെ നിന്ന് സെല് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആര് സെല് ചെയ്യാൻ വേണ്ടി തുടങ്ങും? ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്തുകൊണ്ടാണ്? അവർക്ക് ആക്ച്വലി ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ എത്തിക്കണം. അവരുടെ ലാർജ് പൊസിഷൻസ് കൊണ്ടുപോകാൻ വേണ്ടി അവർക്കൊരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് അവർ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവരിവിടെ നിന്ന് പ്രൈസ് സെല്ല് ചെയ്ത് താഴേക്ക് എത്തിക്കും. താഴോട്ട് എവിടെയാണ് എത്തിക്കുന്നത്? ഒരു ഡിസ്കൗണ്ടഡ് ഏരിയയിലോട്ട് എത്തിക്കണം. എന്തുകൊണ്ടാണ് ഒരു ഡിസ്കൗണ്ടഡ് ഏരിയ? വൈ ഡിസ്കൗണ്ടഡ് ഏരിയ? ബിക്കോസ് നമ്മളിവിടെ പറയുന്നത് ഒരു ബുള്ളിഷ് എക്സാമ്പിളിനെ പറ്റിയിട്ടാണ് അല്ലേ. ബുള്ളിഷ് എക്സാമ്പിളിൽ നമുക്ക് എന്താ വേണ്ടത്? ഒരു ബൈസ് ആണ് നടക്കേണ്ടത് അല്ലെ, ബൈ ആണ് നടക്കേണ്ടത്. സോ ബൈ എവിടെ നിന്നാണ് നടക്കുന്നത്? ഒരു ഡിസ്കൗണ്ട് ഏരിയ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രൈസിനെ ഇവരെന്ത് ചെയ്യുന്നു? ഒരു ഡിസ്കൗണ്ടഡ് ഏരിയയിലേക്ക് കൊണ്ടുവരുന്നു. വൺസ് ഈ ഡിസ്കൗണ്ട് ഏരിയക്ക് എത്തിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? സ്റ്റാർട്ട് ബൈയിങ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ഫോംസ് എ റേഞ്ച് അല്ലെ. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെറിയ 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 ക്വാണ്ടിറ്റി വെച്ച് മേടിച്ച് ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. ആര്? സ്മാർട്ട് മണീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. സോ ഇവിടെ ഇങ്ങനെ റേഞ്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോർമലി റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാം ഇവിടെ എന്തായിരിക്കും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക? അവരെന്താ റീറ്റെയിൽ ട്രേഡേഴ്സിന് കണ്ടില്ല എന്താ കാണുന്നത്? റെസിസ്റ്റൻസ്, സപ്പോർട്ട് അല്ലെ. ഇവിടെ ഇങ്ങനെ റെസിസ്റ്റൻസ്, സപ്പോർട്ട് ആക്ട് ചെയ്യാനായിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സ് കാണും. ഇത് ഇവർ കണ്ടുകൊണ്ട് തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്താ പഠിച്ചിരിക്കുന്നത്? റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ എടുക്കുക, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൽ എടുക്കുക. ഇതാണ് ഒരു റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യുന്ന ഐഡിയ അല്ലെ. സോ മാർക്കറ്റിന് അടുത്ത ചെയ്യാൻ വേണ്ടി പോണ എന്തായിരിക്കും? ഒരു മാനിപ്പുലേഷൻ ചെയ്യും. എന്താ ഈ മാനിപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കണേ? ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാവരും എന്ത് ചെയ്യണം? ഓരോ തവണ ഈ ഒരു റീജിയനിലേക്ക് വരുമ്പോഴും ഇവർ ബൈ ഓർഡേഴ്സ് ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയാണ്? കാരണം ഒരു സപ്പോർട്ടാണ്. സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ എപ്പോഴും പ്രൈസ് ഇവിടെ വരുമ്പോഴും ഇവർ ബൈ ചെയ്ത് വിടുന്നുണ്ട്. ഇവരെല്ലാവരും SL എവിടെ ആയിരിക്കണം? സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കണം? ഈ ഒരു റീജിയനിലായിട്ടായിരിക്കും ഇവരെല്ലാവരും സ്റ്റോപ്പ് ലോസ് ഇവർ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ത് ഓർഡർ ആയിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ബൈ ആണ് ചെയ്തെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ എന്ത് നടക്കണം? ഇവർക്ക് SL അടിക്കണം അല്ലെ. സോറി, അവർക്ക് സെല്ല് നടക്കണം അവരുടെ ഓർഡർ. ഓക്കെ, ഇവിടെ ഈ ഓർഡർ സെല്ല് നടക്കുമ്പോഴേക്കും ആക്ച്വലി ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഫേക്ക് മൂവ്മെന്റ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഫേക്ക് മൂവ്മെന്റ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ഈ ഓർഡേഴ്സ് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഈ ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിടക്കുന്നത് സെൽ ഓർഡേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ ഒരു മേളിലേക്ക് പോകണമെങ്കിൽ എന്താണ് അവർക്ക് ചെയ്യേണ്ടത്? ബൈ ചെയ്യണം അല്ലെ. വലിയ ബൈ ഓർഡർ അവർക്ക് ഇവിടെ പഞ്ച് ചെയ്യണം. ഇവർക്ക് വലിയ ബൈ ഓർഡർ പഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണ്ടി വരും? സെൽ ഓർഡേഴ്സ് വേണ്ടി വരും. തീർച്ചയായിട്ടും വേണ്ടേ? ഇവരുടെ സെൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വലിയ വലിയ ബൈ ഓർഡേഴ്സ് ഇവിടെ പഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ SLകളായിരിക്കും ഈ പറഞ്ഞ ഫേക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രാപ്പ് കൊണ്ട്, സ്മാർട്ട് മണിയുടെ ട്രാപ്പ് കൊണ്ട് ഇവർ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആക്ച്വലി ഈ ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് നടക്കുന്നതാണ് ആക്ച്വൽ റിയൽ മൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്താ ചിന്തിച്ചത്? ബൈ പോകുന്ന ചിന്തിച്ചത്. എക്സാക്ട്ലി ആ ബൈ തന്നെ നടന്നു അല്ലേ. ഇൻസ്റ്റിറ്റ്യൂഷൻസും ബൈ തന്നെയാണ് നോക്കിയത്. ആ ബൈ തന്നെ ഇവിടെ നടന്നു. പക്ഷെ എന്ത് സംഭവിച്ചത് നടന്നത്? റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഈ മാർക്കറ്റിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ ഓർഡേഴ്സിന്, അവരുടെ സെൽ ഓർഡേഴ്സിന് അല്ലെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സിനെ എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ഈ ആക്ച്വലും വലിയ മൂവ്മെന്റ് നടന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു PO3യുടെ ബൈ അല്ലെങ്കിൽ ബുള്ളി സിനാരിയോയിൽ നടക്കണം. ഇനി നമുക്കൊരു ബേർ സിനാരിയോയുടെ കാര്യം പറയാം. ബേർ സിനാരിയോയിൽ എന്തായിരിക്കും ആക്ച്വലി നടക്കുന്നത്? മാർക്കറ്റ് ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു റേഞ്ച് കൺസോൾഡേറ്റ് ചെയ്യും. എഗെയിൻ എന്ത് ചെയ്യുന്നു? മാനിപ്പുലേറ്റ് ചെയ്യും. എഗെയിൻ ദ ആക്ച്വൽ മൂവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ഇവിടെ ചെറിയ തെറ്റുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ നടക്കും ഇവിടെ. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ഇനി ഇതിന്റെ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ,
സോ ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, അക്യുമുലേഷൻ അല്ല കേട്ടോ, തെറ്റുണ്ട് ഇവിടെ, ഞാൻ ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. ഡിസ്ട്രിബ്യൂഷൻ ആണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ, ആക്ച്വലി ആദ്യം തന്നെ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഒരു ബൈയിങ് ആയിരിക്കും. കാരണം കറണ്ട് പ്രൈസിൽ നിന്ന് ആക്ച്വലി എന്ത് ചെയ്യും, പ്രൈസിനെ ബൈ ചെയ്തുകൊണ്ട് ഒരു പ്രീമിയം ഏരിയയിലേക്ക് എത്തിക്കും. എന്തിനു വേണ്ട പ്രീമിയം ഏരിയയിലേക്ക് എത്തിക്കുന്നത്? അവർക്ക് സെല് ചെയ്യാൻ വേണ്ടല്ലേ. കാരണം പ്രീമിയം ഏരിയയിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യണം, റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യണം. ഓക്കെ, റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്താൽ അവരുടെ സ്റ്റോപ്പ് ഓർഡേഴ്സ് വെച്ച് അവർക്ക് കളക്ട് ചെയ്ത് ഒരു ഹ്യൂജ് ഓർഡർ ആയിട്ട് അവർക്ക് അവരുടെ വഴിക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ല, തീർച്ചയായിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും, പ്രൈസിനെ ഒരു പ്രീമിയം ഏരിയയിലേക്ക് എത്തിക്കും. എന്നിട്ട് പ്രീമിയമിലേക്ക് എത്തിച്ചിട്ട് എന്താ ചെയ്യണേ, സ്റ്റാർട്ട് സെല്ലിങ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് ഫോംസ് അറേഞ്ച് അല്ലേ. ഈ ഏരിയയിലേക്ക് എത്തിച്ചതിന് ശേഷം ഇവിടെ ചെറിയ 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 ക്വാണ്ടിറ്റി ആയിട്ട് ഇവിടെ ഫുള്ള് ഇവർ എന്ത് ചെയ്യും, സെൽ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഈ സെൽ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പൊ നോർമൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ എന്തായിരിക്കും തിങ്ക് ചെയ്യുക, ഇവരെല്ലാവരും തിങ്ക് ചെയ്യും ഓക്കെ ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണെന്ന് തിങ്ക് ചെയ്തിട്ട് ഇവരിവിടെ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഇവരെല്ലാവരും ഇവിടെ അവിടെ ട്രേഡ്സിലേക്ക് കയറി നിൽക്കും. സോ അത് കഴിയുമ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫേക്ക് മൂവ്മെന്റ് അഥവാ മാനിപ്പുലേഷൻ നടക്കാൻ വേണ്ടി പോകണം. ഈ മാനിപ്പുലേറ്റ് ചെയ്യണ എന്തിനു വേണ്ടിയിട്ടാണ്, ഇവിടെ എല്ലാം സെല്ല് ചെയ്ത് വെക്കുന്ന റീറ്റെയിലേഴ്സിന്റെ എല്ലാവരുടെയും എന്ത് കിടപ്പുണ്ടോ, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് അല്ലേ ഇവിടെ കിടപ്പുണ്ടോ. ഓക്കെ, സെല്ല് ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്തായിരിക്കും, ബൈ ആയിരിക്കും അല്ലേ. ഇവിടെ സെല്ല് ചെയ്തെങ്കിൽ അവർക്ക് ലോസ് കട്ട് ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും അവർ ചെയ്യണത്, തിരിച്ച് ബൈ ബാക്ക് ആയിരിക്കും ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ ഇവിടെ ബൈ ഓർഡേഴ്സ് എല്ലാം കിടപ്പുണ്ടോ. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആക്ച്വലി എന്താ ഇവിടെ ചെയ്യേണ്ടത്, സെല്ലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവർക്ക് സെല്ല് ചെയ്യണമെങ്കിൽ ഈ സെല്ല് ചെയ്യാനായിട്ട് ആര് വേണം, ബയ്യേഴ്സ് വേണം അല്ലെ. ഈ സെല്ല് ചെയ്യാനുള്ള ബയ്യേഴ്സ് ഇവിടെ ഉണ്ടാവണം. ഓക്കെ, സോ ഈ ബയ്യേഴ്സിനെ ആക്ച്വലി കണക്ട് ചെയ്യുന്നതാണ് ഇവിടെ കിടക്കുന്ന സ്റ്റോപ്പ് ലോസ് ഓർഡർ, അല്ലെങ്കിൽ ഇവരുടെ ബൈ ഓർഡർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എല്ലാം ഇവർ കളക്ട് ചെയ്തിട്ട് ഇവിടെ ട്രാപ്പാക്കി മാറ്റും. ആരെ ട്രാപ്പാക്കി മാറ്റും, റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പാക്കി മാറ്റിക്കൊണ്ട് അവർ ആക്ച്വൽ മൂവ്മെന്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും എന്ത്, ദ റിയൽ മൂവ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി ഇവിടെ ഓർഡർ ബ്ലോക്കിനെ പറ്റി പറയാം അല്ലെ, എന്താണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ള കാരണമൊക്കെ നമുക്ക് പറയാം. സോ ആൻ ഓർഡർ ബ്ലോക്ക് ഈസ് എ പ്രൈസ് ഓൺ വർക്ക് ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേസ് ലാർജ് ബൈ ഓർ സെൽ ഓർഡേഴ്സ്. ഓക്കെ, കോസിങ് സിഗ്നിഫിക്കൻറ്റ് മാർക്കറ്റ് മൂവ്സ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് മണീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ലാർജ് ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും പ്ലേസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രൈസ് സോണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഓർഡർ ബ്ലോക്ക് എന്ന് വിളിക്കുക. എന്തുകൊണ്ട് ഈ ഒരു പ്രൈസ് സോൺ ഇത്ര ഇമ്പോർട്ടന്റ് ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലാർജ് സെൽ ആൻഡ് ബൈ ഓർഡേഴ്സ് അവിടെ ക്രിയേറ്റ് ആവുമ്പോൾ അവിടെ ഒരു വലിയ മൂവ്മെന്റ് നടക്കും അല്ലെ. ഒരു വലിയൊരു ഓർഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു വലിയൊരു മൂവ്മെന്റ് ആയിരിക്കും നടക്കുക, വലിയൊരു ക്യാൻഡിൽ അവിടെ ഫോം ആവും നമുക്ക് തീർച്ചയായിട്ടും അല്ലെ. സോ ഈ ഒരു മൂവ്മെന്റിനെ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു സിഗ്നിഫിക്കന്റ് മാർക്കറ്റ് മൂവ്സിനെ പറയുന്ന ഒരു പേരാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഓർഡർ ബ്ലോക്ക് നമുക്ക് എങ്ങനെ ഉപകരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൺസ് ഇവിടെ ഒരു വലിയൊരു ഓർഡേഴ്സ് ഒരു പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കറിയാം മാർക്കറ്റ് അവിടെ വലിയൊരു മൂവ്മെന്റ് ക്രിയേറ്റ് ആയി. എഗെയിൻ പിന്നീട് മാർക്കറ്റ് തിരിച്ച് ഈ ഒരു സോണിലേക്ക് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് പ്രൈസ് സോണിലോട്ട് തിരിച്ചെത്തുമ്പോഴേക്കും മാർക്കറ്റ് എന്ത് ചെയ്യും, ഇതൊരു നല്ല സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. കാരണം ഇത്രയും വലിയൊരു ബൈയിങ് ഏരിയ നടന്നൊരു സ്ഥലത്തു നിന്ന് പിന്നീടും പ്രൈസ് അവിടെ എത്തുമ്പോഴേക്കും തിരിച്ചെന്ത് ചെയ്യും, പ്രൈസ് പിന്നെയും അവിടെ നിന്ന് ഷൂട്ടപ്പ് ചെയ്യുമൊക്കെ. ഓക്കെ, ഈ ഒരു സോണിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ലെവലിലോട്ട് വരുമ്പോൾ ഇതാണ് ഒരു ഓർഡർ ബ്ലോക്ക് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഓർഡർ ബ്ലോക്സ് ഉണ്ട്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓർഡർ ബ്ലോക്സ് ആണ് നമുക്കുള്ളത്, ഒന്ന് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്, പിന്നീടുള്ളത് ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട് അല്ലെ. എന്തൊക്കെ ഓർഡർ ബ്ലോക്ക് ആണ്, ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ഓബീസ് നമുക്കുണ്ട്. സോ എന്താണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്? ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ലാർജ് ഡൗൺ ക്യാൻഡിൽ ബിഫോർ എ സ്ട്രോങ് ബുള്ളിഷ് മൂവ്. ഓക്കെ, ഇതിന് തന്നെ നമുക്ക് വേറൊരു രീതിക്ക് പറയാം, ദ ലാസ്റ്റ് സെൽ ക്യാൻഡിൽ ബിഫോർ എ ബൈ ക്യാൻഡിൽ. ഓക്കെ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് വരച്ച് കാണിച്ചു തരാം. ഒരു സെൽ ക്യാൻഡിൽ ഫോം ചെയ്തു അല്ലെ, ഒരു ലാർജ് സെൽ ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ അവിടെ നിന്നാണ് നമ്മൾ ആര് കയറുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചെയ്യുന്നത്, ഓക്കെ, ലാർജ് ബൈയോ സെൽ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്, സിഗ്നിഫിക്കന്റ് മാർക്കറ്റ് മൂവ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഒരു ലാർജ് ബൈ ഓർഡർ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും അടുത്ത ക്യാനൽ ഉണ്ടാവുക, ഇങ്ങനെ അടുത്തൊരു ക്യാനൽ ഉണ്ടാവും. സോ ഇവിടെ OB ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആരായിരിക്കും, ദ ലാർജ് ഡൗൺ ക്യാനൽ ബിഫോർ എ സ്ട്രോങ് ബുള്ളിഷ് മൂവ്. ഈ ബുള്ളിഷ് മൂവ്മെന്റിന് തൊട്ട് മുമ്പുള്ള ഈ ഡൗൺ ക്യാനലായിരിക്കും നമുക്ക് ആരായിട്ട് ആക്ട് ചെയ്യുക, ഒരു OB ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ക്യാനലായിരിക്കും നമുക്ക് എന്ത്, OB എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ബെയറിഷ് എക്സാമ്പിളിലും. ഓക്കെ, എ ലാർജ് അപ്പ് ക്യാൻഡിൽ ബിഫോർ എ സ്ട്രോങ് ബെയറിഷ് മൂവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ സെൽ ക്യാൻഡിൽ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. സോ അതെങ്ങനെ ഇരിക്കും, ഒരു ബൈ ക്യാൻഡിൽ ഉണ്ടായി, ബൈ നടന്നിട്ട് അവിടെ നിന്ന് എന്ത് സംഭവിച്ചു, ഒരു ലാർജ് സെൽ ഓർഡേഴ്സ് വന്നു. അതെന്തിന് കാരണമായി,
സിഗ്നിഫിക്കൻറ്റ് മാർക്കറ്റ് മൂവ്സിന് കാരണമായി, ഒരു വലിയൊരു മൂവ്മെന്റിന് കാരണമായി അല്ലേ. എങ്ങനെയായിരിക്കും ആ മൂവ്മെന്റ് ഉണ്ടാവുക? താഴത്തോട്ട് വലിയൊരു സെല്ല് നടക്കും, വലിയൊരു സെൽ ഓർഡേഴ്സ് വരുമ്പോൾ. സോ അപ്പോൾ ഇവിടെ OB ആയിട്ട് ആക്ട് ചെയ്യണ ആരായിരിക്കും ഓർഡർ ബ്ലോക്ക് ആക്ട് ചെയ്യണത്? ദ ലാർജ് അപ്പ് ക്യാൻഡിൽ ബിഫോർ എ സ്ട്രോങ് ബേർഷ് മൂവിന് മുമ്പുള്ള ലാർജ് അപ്പ് ക്യാൻഡിൽ ആയിരിക്കും എന്ത് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, ഇതാണ് ഒരു ബേറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഓക്കെ, സോ നമ്മ ഇനി എന്താണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാം അല്ലെ. എന്താണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്? എ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഇസ് എ പ്രൈസ് ഓൺ വേർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് ലാർജ് ബൈ ഓർഡേഴ്സ് അല്ലെ. ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ബയ്യ നടക്കുന്നത് അല്ലെ. അവിടെ ഇപ്പൊ ആരാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലാർജ് ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സോൺ അല്ലെങ്കിൽ ഒരു പ്രൈസ് സോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ കീ സപ്പോർട്ട് ലെവൽ വെർ പ്രൈസ് മേ റിട്രേസ് ബിഫോർ കണ്ടിന്യൂ ഹയർ അല്ലെ. ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നടക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് തിരിച്ച് മേളിലേക്ക് പോണതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് റിട്രേസ് ചെയ്യും. എന്തിനാ? ആക്ച്വൽ വലിയ മൂവ് ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ഈ ഓർഡർ ബ്ലോക്കിൽ റിട്രേസ് ചെയ്യുന്നത്? ഇവിടെ നിന്നായിരിക്കും ഫസ്റ്റത്തെ ഇവരുടെ ഓർഡേഴ്സ് പഞ്ച് ചെയ്യുന്നത് അല്ലെ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും അവരുടെ ആദ്യത്തെ ഓർഡേഴ്സ് പഞ്ച് ചെയ്യുന്നത് ഈ ഒരു ഏരിയ നിന്നായിരിക്കും. എഗെയിൻ ഒറ്റയടിക്ക് ഇവർക്ക് എല്ലാ ഓർഡേഴ്സും ക്രിയേറ്റ് ഉണ്ടാവും ഇല്ല. ഇവരുടെ പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം ഇവിടെ കിടപ്പുണ്ടാവും. ഇനി ഇവർക്ക് ഓർഡേഴ്സ് രണ്ടാമത്തെ മൂന്നാമത്തെ ഓർഡേഴ്സ് ഒക്കെ ഇവർ ഇവിടെ കിടപ്പുണ്ടാവും. ഈ ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് തിരിച്ചിറങ്ങി വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഓർഡേഴ്സ് എടുത്തോണ്ടായിരിക്കും ഇനി ആക്ച്വൽ ദ റിയൽ മൂവ് പിന്നീട് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഓർഡർ ബ്ലോക്ക് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെയാണ്. വൺസ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഞ്ച് ചെയ്തു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരു ഓർഡർ ബ്ലോക്ക് ആയി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് പ്രൈസ് ആ ഓർഡർ ബ്ലോക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ട്രേഡ്സ് പ്ലേസ് ചെയ്യും. നമ്മൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യണം? നമ്മൾ ഓൾറെഡി പറഞ്ഞു, എ സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ്. ഓക്കെ, ഓർ ദ ലാസ്റ്റ് സെൽ ക്യാൻഡിൽ ബിഫോർ എ ബൈ അല്ലെ. ഒരു ബൈ നടക്കുന്നതിന് മുമ്പുള്ള സെൽ ക്യാൻഡിലാണ്. ഓക്കെ, സെൽ ക്യാൻഡിൽ ഫോം ആയി ദ ബൈ. ഓക്കെ, ഒരു ബൈ നടക്കുന്നതിന് മുമ്പുള്ള സെൽ ക്യാൻഡിലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് വിളിക്കുക. അത് എങ്ങനെയാണ് വരേണ്ടത്? ഒരു ഇമ്പൾസീവ് അപ്വേർഡ് ബ്രേക്ക് ഔട്ട് ആയിട്ടാണ്. ഓക്കെ അല്ലേ, നോക്കിയേ, ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് ആയിട്ടല്ലേ ഇത് ഫോം ചെയ്തല്ലേ. ഈ ഒരു സെൽ ക്യാൻഡിൽ ഫോം ആയി, അതുകൊണ്ട് ഒരു ഇമ്പൾസീവ് ആയിട്ടൊരു ക്യാൻഡിൽ ഫോം ചെയ്തു വിടാം അല്ലേ. എന്താ പറയുന്നത്? പ്രൈസ് ലേറ്റർ റിട്ടേൺസ് ടു ദി സോൺ കൺഫേമിങ് ഇറ്റ് ആസ് എ സപ്പോർട്ട് ബിഫോർ അനദർ ബുള്ളിഷ് മൂവ്. അത് കഴിഞ്ഞിട്ട് പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസ് മേളിലേക്ക് പോയതിനു ശേഷം പിന്നീട് പയ്യെ ഇറങ്ങി താഴത്തോട്ട് വരും. ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഇത് എന്തായിട്ട് മാറും? ഒരു സപ്പോർട്ട് ലെവലായിട്ട് മാറിയിട്ട് പ്രൈസ് അഗെയിൻ ഗോസ് ആയി. ഓക്കെ, ഒരു സിഗ്നിഫിക്കൻറ്റ് വലിയ മൂവ്മെന്റ് നടക്കുന്നതിന് മുമ്പേ പ്രൈസ് അവിടെ തിരിച്ചു വന്നിട്ട് പോകുമെന്നാണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ലൈവ് എക്സാമ്പിൾ കാണാം എങ്ങനെയായിരിക്കണം ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവേണ്ടതെന്നുള്ളത്. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് എന്തുണ്ടാവണം? ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാവണം. ഓക്കെ, എന്തുണ്ടാവണം? സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാക്കണം, ഫോളോഡ് ബൈ എ ലിക്വിഡിറ്റി സ്വീപ്പ്. എന്തുകൊണ്ടാണ് ലിക്വിഡിറ്റി സ്വീപ്പ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു PO3 പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം പ്രൈസ് അക്യുമുലേറ്റ് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും, എഗെയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും നമ്മൾ പഠിച്ചു അല്ലേ. സോ ഈ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? ഇവിടെയാണ് അക്യുമുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വലിയ ഓർഡേഴ്സ് ഇവിടെ ആക്ച്വലി പ്ലേസ് ആവുന്നത്. ഓക്കെ, ഈ വലിയ ഓർഡേഴ്സ് പ്ലേസ് ആവുന്നത്. സോ ഈ വലിയ ഓർഡേഴ്സ് പ്ലേസ് ആവുന്ന അവിടെ അല്ലേ നമുക്ക് എന്ത് വരുന്ന ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യാം. അതെ അല്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. സോ അതിനായിട്ട് നമുക്ക് എന്തുണ്ടാവണം? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാവണം, എഗെയിൻ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാവണം. നമുക്ക് എന്തുണ്ടാവണം? സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ബോട്ടത്തിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുന്നത്? ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടായിരിക്കും? ദ ലാസ്റ്റ് സെൽ ക്യാൻഡിൽ ബിഫോർ ബൈ അല്ലെ. അതേപോലെ ലാസ്റ്റ് സെൽ ക്യാൻഡിൽ എവിടെ ആയിരിക്കും ഉണ്ടാവുന്നത്? ഓഫ്കോഴ്സ് ഈ ഏറ്റവും അടിയിലായിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റീജിയനിൽ നമ്മൾ എന്തായിട്ട് എടുക്കുന്ന ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു റിയൽ എക്സാമ്പിളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ചാർട്ടിന്റെ എക്സാമ്പിളിലേക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് പ്രൈസ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ. ഇവിടെ നിന്ന് നോക്കിയാണെങ്കിൽ കാണാം, ആദ്യം പ്രൈസ് എന്ത് ചെയ്തു? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. എഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു? ഷൂട്ട് അപ്പ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു വലിയൊരു ക്യാൻഡിൽ ഉണ്ടായിക്കണം. നോക്കിയേ, ഒരു സിഗ്നിഫിക്കൻറ്റ് മൂവ് ഉണ്ടായി അല്ലേ. ലാസ്റ്റ് സെൽ ക്യാൻഡിൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടായി. ആ ലാസ്റ്റ് സെൽ ക്യാൻഡിലാണ് നമ്മൾ എന്താക്കിയെടുത്ത്? ഓർഡർ ബ്ലോക്ക് ആക്കി എടുത്ത്. എന്നിട്ട് ഇവിടെ എന്തും കൂടി സംഭവിക്കണം? നമുക്ക് ഒരു സ്ട്രക്ചർ ബ്രേക്കും കൂടി നമുക്ക് സംഭവിക്കണം. എന്തുണ്ടാവണം? ഒരു സ്ട്രക്ചർ ബ്രേക്കും കൂടി ഉണ്ടാവണം. ഇത് കഴിഞ്ഞിട്ട് പ്രൈസ് എന്താ ചെയ്തതെന്ന് നോക്കിയേ,
പ്രൈസ് അഗെയിൻ താഴത്തോട്ട് വന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ ഓർഡർ ബ്ലോക്കിൽ ടാപ്പായി അല്ലേ? നോക്കി വിക്ക് വന്ന് ടാപ്പായി. അത്രയും ഒരു സ്ട്രോങ് ഓർഡേഴ്സ് ഉണ്ടാവണം. ഒരു വന്ന് വിക്ക് ടാപ്പായി തിരിച്ച് പിന്നെ പ്രൈസ് കംപ്ലീറ്റ്ലി കയറിപ്പോയി. ഓക്കെ, ഇതാണ് ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഓർഡർ ബ്ലോക്കിന് വേണ്ടത്? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം, ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാവണം, അഗെയിൻ വേറെ എന്ത് സാധനം ഉണ്ടാവണം? ഒരു സിഗ്നിഫിക്കന്റ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂവ്മെന്റ്, ഡിസ്പ്ലേസ്ഡ് മൂവ്മെന്റ് ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യമാണ് ഡിസ്പ്ലേസ്മെന്റ് മൂവ്മെന്റ് ഉണ്ടാവണം. നാലാമതായിട്ട് നമുക്ക് ഒരാളും കൂടി വേണം, FEG ഉണ്ടാവണം. ഒരു നല്ല ഓർഡർ ബ്ലോക്കിന് വേണ്ട ഒരു ക്രൈറ്റീരിയ ആണ് FEG ഉണ്ടാവണം. ഓക്കെ, സോ എന്തുകൊണ്ടാണ് FEG ക്രിയേറ്റ് ആവണേ? കാരണം ഒരു വലിയൊരു സിഗ്നിഫിക്കന്റ് മൂവ്മെന്റ് ക്രിയേറ്റ് ആണെങ്കിൽ, നല്ലൊരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഓർഡർ ബ്ലോക്കിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ആദ്യത്തെ കാര്യം എന്താണ് നമുക്ക് വേണ്ടത്? ഒരു സ്വീപ്പ് ഉണ്ടാവണം. രണ്ടാമത് എന്തുണ്ടാവണം? ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവണം. മൂന്നാമത് എന്തുണ്ടാവണം? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാവണം. നാലാമത് എന്തുണ്ടാവണം? ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ഫോം ആയിട്ടുണ്ടെങ്കിലാണ് നമുക്കൊരു ഗുഡ് ഓർഡർ ബ്ലോക്ക് എന്ന് നമുക്കതിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളോട്ട് നമുക്ക് പോവാം. അടുത്ത ഇനി എന്താണ്? ബെയറിഷ് ഓർഡർ ബ്ലോക്കിനെ പറ്റി നമ്മൾ പറയാൻ വേണ്ടി പോകണം അല്ലെ. എന്താണ് ബെയറിഷ് ഓർഡർ ബ്ലോക്ക്? ബുള്ളിഷ് പറഞ്ഞ പോലെ തന്നെയാണ് ബെയറിഷ് ഓർഡർ ബ്ലോക്കും. ഒറ്റ വ്യത്യാസം ഉണ്ടാവത്തുള്ളൂ. എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുന്നത്? ഇവിടെ നമുക്ക് ബൈ ഓർഡറിന് പകരം എന്ത് ഓർഡർ ആയിരിക്കും? സെൽ ഓർഡർ തന്നെയായിരിക്കും ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, ലീഡിങ് ടു സ്ട്രോങ് ബെയറിഷ് മൂവ്. ഓക്കെ, ഒരു വലിയ ബെയറിഷ് സെൽ ഓർഡർ ക്രിയേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും? ഒരു വലിയൊരു ബെയറിഷ് മൂവ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ കീ റെസിസ്റ്റൻസ് ലെവൽ where price may retrace before continuing downward. എന്തുകൊണ്ടാണ് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത്? ഓക്കെ, കാരണം ഒരു സെല്ല നടക്കുന്നില്ല, അപ്പം പ്രൈസ് മേളിലേക്ക് പോവാണ്ട് അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങി പോരാൻ വേണ്ടി ശ്രമിക്കും. സോ അതുകൊണ്ടാണ് ഈ ഒരു ലെവലിന്, ഈ ഒരു OB അല്ലെങ്കിൽ ബെയറിഷ് OB എപ്പോഴും ഒരു റെസിസ്റ്റന്റ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരു ബെയറിഷ് OB ക്രിയേറ്റ് ആണ്? ഫോർമേഷൻ ഓഫ് ബെയറിഷ് OB എങ്ങനെയാണ്? ഓക്കെ, എ സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവ്. എന്താണ്? എ സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവ്, അഥവാ ലാസ്റ്റ് ബൈ ക്യാൻഡിൽ ബിഫോർ എ സെൽ ക്യാൻഡിൽ. ഓക്കെ, എങ്ങനെയായിരിക്കും? ഒരു ബൈ ക്യാൻഡിൽ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് വലിയൊരു സെൽ ക്യാൻഡിൽ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് വിളിക്കും. എന്തിനെ ഓർഡർ ബ്ലോക്ക് എന്ന് വിളിക്കും? ദ ലാസ്റ്റ് ബൈ ക്യാൻഡിൽ. ഓക്കെ, ദ ലാസ്റ്റ് ബൈ ക്യാൻഡിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞ് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, ഫോളോഡ് ബൈ എ ദ ലാസ്റ്റ് ബൈ ക്യാൻഡിൽ ഫോളോഡ് ബൈ എ ഇമ്പൾസീവ് ഡൗൺവേർഡ് ബ്രേക്ക് ഔട്ട്. എന്താണ് ഇമ്പൾസീവ് ഡൗൺവേർഡ് ബ്രേക്ക് ഔട്ട്? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ലാസ്റ്റ് ബൈ ക്യാൻഡിൽ ഉണ്ടായി, എഗെയിൻ ആയിട്ട് ഇവിടെ നിന്നൊരു സെൽ ക്യാൻഡിൽ എങ്ങനെ ഉണ്ടാവേണ്ടത്? ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ചെയ്യുന്ന ലൈക്ക് ഒരു ക്യാൻഡിലാണ് ഡൗൺവേർഡ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, എന്തിനായിരിക്കും ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ലാസ്റ്റ് ബൈ ക്യാൻഡിലിനായിരിക്കും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യുക? നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ the price later returned to the zone, confirming it as a sell before another drop. പ്രൈസ് എന്ത് ചെയ്യും? താഴത്തോട്ട് ഇറങ്ങി വരും. എഗെയിൻ അത് കഴിയുമ്പോഴേക്കും പ്രൈസ് തിരിച്ച് കയറാൻ വേണ്ടി തുടങ്ങും. കയറിയിട്ട് അവിടെ വരും, ഈ ഓർഡർ ബ്ലോക്കിൽ ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യും. മിറ്റിഗേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ആക്ച്വൽ ദ റിയൽ സെല്ല് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളിവിടെ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈസ് ആദ്യമേ ഒരു ലിക്വിഡിറ്റിനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. എഗെയിൻ എന്ത് ചെയ്തു? മാർക്കറ്റിലൊരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാക്കി, അഥവാ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് എന്ത് ക്രിയേറ്റ് ആവുന്നത്? ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നത്. നമ്മൾ ബുള്ളിഷിന്റെ എക്സാമ്പിളിൽ പറഞ്ഞ സെയിം കാര്യം തന്നെ തിരിച്ച് ചിന്തിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഒരുപാട് ഒന്നും കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടില്ല നമുക്ക്. ഓക്കെ, സോ ഇവിടെ നിന്ന് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഇവിടെ എന്താ കിടക്കുന്നത്? ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ ഒക്കെ ഓർഡേഴ്സ് ഉണ്ടാവും അല്ലെ? ഈ ഓർഡേഴ്സിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത്, ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത ഒരു പോർഷന് പ്രൈസ് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ആക്ച്വൽ ആയിട്ടുള്ള ഇവിടെ ഫസ്റ്റ് ഇവരുടെ എന്ത് വലിയൊരു ലാർജ് സെൽ ഓർഡർ ഇവിടെ പഞ്ചായി. വലിയ ലാർജ് സെൽ ഓർഡർ ഇവിടെ പഞ്ചായി. ഗെയിൻ പ്രൈസ് എന്ത് ചെയ്യും? ഇത് എന്ത് കാരണമാവും? വലിയൊരു സെൽ ക്യാൻഡിൽ ഫോം ചെയ്യാൻ കാരണമാവും. ഓക്കെ, സോ തൊട്ട് മുമ്പ് എന്തുണ്ടായിട്ടുണ്ടാവും? ഒരു ബൈ ക്യാൻഡിൽ ഉണ്ടായിരുന്നു, കാരണം പ്രൈസ് മേളിലേക്കല്ലേ പറഞ്ഞത്. അപ്പൊ ഈ ബൈ ക്യാൻഡിലായിരിക്കും, ദ ലാർജ് സെൽ ക്യാൻഡിലിന് മുമ്പുള്ള ബൈ ക്യാൻഡിലിനെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുക? ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ഈ ഒരു ചാർട്ടിന്റെ എക്സാമ്പിളിലേക്ക് നമുക്ക് വരാം. അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എക്സാക്ട് കാണാം, പ്രൈസ് എന്ത് ചെയ്തു? ആദ്യമേ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. നമുക്കറിയാം എല്ലാ ഹൈ ആൻഡ് ലോസ് ലിക്വിഡിറ്റീസ് ആണല്ലേ? എല്ലാ സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോസ് ലിക്വിഡിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഹൈനെ ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തേക്കണം.
ഓക്കെ, ഈ ലിക്വിഡിറ്റീനെ പ്രൈസ് സ്വീപ്പ് ചെയ്തു. എഗെയിൻ പ്രൈസ് എന്താണ് സംഭവിച്ചത്? ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്നാണ് ആക്ച്വലി എന്ത് പഞ്ച് ചെയ്തു? ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ വലിയ സെൽ ഓർഡർ പഞ്ച് ചെയ്തു. ഫസ്റ്റ് സെൽ ഓർഡർ പഞ്ച് ചെയ്തു. ഓക്കെ, അത് നോക്കി ആ മൂവ്മെന്റ് വന്ന് നോക്കിയേ, എന്ത് വലിയ മൂവ്മെന്റ് ഉണ്ടാക്കണല്ലേ. ഇത്രയും വലിയ ക്യാൻഡിൽസ് ഒക്കെ ആർക്കും ഉണ്ടാക്കാൻ കഴിയുക? ഓഫ്കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമായിരിക്കും വലിയ 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 ക്യാൻഡിൽസ് ഒക്കെ ഫോം ചെയ്യിക്കാൻ വേണ്ടി കഴിയുക. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴേക്കും നമുക്കിവിടെ എന്ത് കിട്ടി? ദ ലാസ്റ്റ് ബൈ ക്യാൻഡിൽ ബിഫോർ ദി സെല്ലിനെ നമ്മൾ എന്താക്കിയെടുത്ത് ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ നേരത്തെ നമ്മൾ 4 ക്രൈറ്റീരിയ പറഞ്ഞല്ലേ നല്ല ഓർഡർ ബ്ലോക്ക്. ആ 4 ക്രൈറ്റീരിയസ് ഇവിടെ ഉണ്ടാകുന്ന നോക്കാം. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? ഫസ്റ്റ് ക്രൈറ്റീരിയ എന്തായിരുന്നു? നമുക്കൊരു സ്വീപ്പ് നടക്കണം. എന്ത് നടക്കണം? സ്വീപ്പ് നടക്കണം. സ്വീപ്പ് നടന്നു. രണ്ടാമത് എന്ത് വേണം? നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടാവണം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ക്യാൻഡിൽസ് ഉണ്ടായോ? ഉണ്ടായി. ഡിസ്പ്ലേസ്മെന്റ് മൂവ്മെന്റ് ക്രിയേറ്റ് ആയി. മൂന്നാമത് എന്ത് വേണം? ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ അഥവാ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ക്രിയേറ്റ് ആവണം. ഉണ്ടായോ? ഉണ്ടായി. സ്ട്രക്ചർ ബ്രേക്ക് ക്രിയേറ്റ് ആയി. നാലാമത്തെ സാധനം നമുക്ക് എന്താ വേണ്ടേ? ഒരു FEG ഉണ്ടാവണം. നല്ലൊരു ഓർഡർ ബ്ലോക്കിന് FEG ഉണ്ടാവണം. എന്തുകൊണ്ടാണ് FEG ഉണ്ടാവണേ? ഡിസ്പ്ലേസ്ഡ് ആയതുകൊണ്ട് അല്ലെ. ഒരു ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ FEG ഉണ്ടാവും. ഓക്കെ, എപ്പോഴും ഈ ഒരു 4 ക്രൈറ്റീരിയ വരുന്ന ഓർഡർ ബ്ലോക്സ് ആയിരിക്കും എപ്പോഴും എന്തായിട്ടുണ്ടാവുക? നല്ലൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇനി ഇപ്പൊ നമുക്ക് ചോദിക്കാം, പിന്നെ ബാക്കി 3 ക്രൈറ്റീരിയ വന്നു. എന്തൊക്കെ ക്രൈറ്റീരിയ? ഡിസ്പ്ലേസ്ഡ് ക്യാൻഡിൽ ഉണ്ടായി, സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായി, FEGs എല്ലാം ക്രിയേറ്റ്. പക്ഷെ എന്ത് നടന്നില്ല? സ്വീപ്പ് നടന്നിട്ടില്ല. സ്വീപ്പ് നടക്കാത്ത ഒരു ഇതാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ഓർഡർ ബ്ലോക്കിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കൺസിഡർ ചെയ്യരുത്. ബിക്കോസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, മാനിപ്പുലേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഇതെപ്പോഴും എന്താവാൻ ചാൻസ് ഉണ്ട്? ഇതൊരു ഫേക്ക് മൂവ്മെന്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയായിരിക്കും നടക്കാൻ വേണ്ടി പോവാ. സോ നമുക്ക് ഇവിടെ എന്ത് പറ്റും? നമ്മളിവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ട്രാപ്പിൽ പെടും. ഓക്കെ, സോ ആ ട്രാപ്പിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഒരു നല്ല ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യാണ്ടിട്ടുണ്ടാവുക. ഓക്കെ, നല്ല ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യാനുള്ള ക്രൈറ്റീരിയസ് ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ 4 ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു ലൈവ് ചാർട്ടിൽ ഒരു എക്സാമ്പിളും കൂടി ഒന്ന് കാണിച്ചു തരാം. സോ നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് കാണാം, ഇതിപ്പോ ഒരു ചാർട്ടാണ്, 5 മിനിറ്റ് നിഫ്റ്റിയുടെ ചാർട്ടാണിത്. പഴയ ചാർട്ടാണ്, പണ്ടത്തെ ചാർട്ടിന് ഒരു എക്സാമ്പിൾ വേണ്ടി എടുത്തേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് ഫസ്റ്റത്തെ വേണ്ട സാധനം എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കണം. സ്വീപ്പ് നടന്നു. എഗെയിൻ പ്രൈസ് എന്ത് സംഭവിച്ചു? ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നടന്നു. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? നമുക്കൊരു FEG വേണം അല്ലേ? FEG ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് പ്രൈസ് അല്ലെ. FEG ക്രിയേറ്റ് ആയി. നമുക്കിനി ലാസ്റ്റ് നമ്മളുടെ ഇവിടെ നിന്നാണ് നമ്മുടെ ആക്ച്വലി സെൽ മൂവ്മെന്റ് നടക്കുന്നത് അല്ലെ. സോ അതിന് നമുക്ക് ആക്ച്വലി എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. പ്രൈസ് തിരിച്ച് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വരുന്നു, അവിടെ നിന്ന് തിരിച്ചു പോകും. ബട്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ FEG എന്നാണ് പ്രൈസ് തിരിച്ചു പോയത്. ഓക്കെ, വാട്ട് എവർ. നമ്മളിവിടെ പറയുന്നത് ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നത്. എന്തൊക്കെയാ വേണ്ടത്? ഒരു സ്വീപ്പ് നടക്കണം, ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാവണം, ഒരു ഡിസ്പ്ലേസ്ഡ് ക്യാൻഡിൽ ഉണ്ടാവണം. നോക്കിയേ, ഇവിടെ ഒരു ഡിസ്പ്ലേസ്ഡ് ക്യാൻഡിൽ ഉണ്ടായി. എഗെയിൻ വേറെ എന്ത് വേണം? FEG ഉണ്ടാവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഗുഡ് ഓർഡർ ബ്ലോക്ക് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇനി അടുത്തൊരു എക്സാമ്പിൾ, നമുക്കൊരു ബെയറിഷ് എക്സാമ്പിൾ നമുക്ക് പറയാം. ഓക്കെ, നമുക്കിനി അടുത്തത് ഒരു ബെയറിഷ് എക്സാമ്പിൾ ആണ് അല്ലെ. ഇനി ഇവിടെ നമുക്കൊരു ബെയറിഷ് എക്സാമ്പിൾ നമുക്ക് കാണാം. എന്താണ് നമുക്ക് ഫസ്റ്റത്തെ നമ്മളുടെ ക്രൈറ്റീരിയ? നമുക്ക് എന്ത് വേണം? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം അല്ലേ. നോക്കിയേ, ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു. ഇനി അഗെയിൻ അടുത്ത കഴിഞ്ഞിട്ട് എന്ത് വേണം? ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വേണം അല്ലെ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കിയേ, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ നമുക്ക് വിക്ക് ആയിട്ടും കൺസിഡർ ചെയ്യാം. പലർക്കും പല രീതിക്ക് കൺസിഡർ ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ സ്യൂട്ടബിൾ ആവുന്ന രീതി. ഞാൻ പൊതുവേ ഒരു ബോഡി ബ്രേക്ക് ഒക്കെയാണ് കൺസിഡർ, ഡിപ്പെൻഡിങ് ഓൺ ടൈം ഫ്രെയിം അനുസരിച്ച് ഞാനത് വിക്ക് സ്വീപ്പ് ആയിട്ടും കൺസിഡർ ചെയ്യും. ഓക്കെ, ചെറിയ ടൈം ഫ്രെയിം ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബോഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല, ഞാൻ വിക്കിന് വേണ്ടി ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ പലർക്കും പല രീതിക്കായിരിക്കും നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആയി കഴിഞ്ഞ് നമുക്ക് കാണാം ദ ലാസ്റ്റ് സെൽ ക്യാൻഡിൽ. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആയിട്ടില്ലേ? FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആയോ നോക്കിയേ. നമുക്ക് ആദ്യം വേണ്ടതെന്താണ്? ഒരു സ്വീപ്പ് വേണം. സ്വീപ്പ് നടന്നു. രണ്ടാമത് എന്ത് വേണം? ഒരു ഡിസ്പ്ലേസ്ഡ് ക്യാൻഡിൽ വേണം. നോക്കിയേ, ഡിസ്പ്ലേസ് ക്യാൻഡിൽസ് ഉണ്ടായിട്ടില്ലേ? ഡിസ്പ്ലേസ്ഡ് ക്യാൻഡിൽസ് ഉണ്ടായിട്ടുണ്ട്. വേറെ എന്ത് വേണം? ഒരു സ്ട്രക്ചർ ബ്രേക്ക് വേണം. സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായിട്ടില്ലേ? സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായി. ഇനി അടുത്തെന്താ വേണ്ടത്? നമുക്കൊരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ടാവണം അല്ലെ. FEG ക്രിയേറ്റ് ആയിട്ടില്ലേ? ഇത് FEG ക്രിയേറ്റ്. സോ നമ്മൾ പറഞ്ഞ 4 ക്രൈറ്റീരിയാസും നമുക്ക് ഇവിടെ ഫോം ആയിട്ടുണ്ട്. സോ ദിസ് ഇസ് എ വാലിഡ് ആൻഡ് ഗുഡ് ഓർഡർ ബ്ലോക്ക്. നോക്കിയേ, പ്രൈസ് തിരിച്ച് ആ ഓർഡർ ബ്ലോക്കിൽ വന്നു, തിരിച്ചു കയറിപ്പോയി. ഓക്കെ, ഇങ്ങനെയാണ് നല്ലൊരു ഓർഡർ ബ്ലോക്കിന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ?
എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലാത്തവർ കൂടുതൽ ഈ ഒരു ചാർട്ടിങ്ങിന് ഈ ഒരു 4 ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞ 4 ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്? സ്വീപ്പ്, രണ്ടാമത് പറഞ്ഞത് ഡിസ്പ്ലേസ്മെന്റ്, മൂന്നാമത് പറഞ്ഞത് സ്ട്രക്ചർ ബ്രേക്ക്, നാലാമത് പറഞ്ഞത് FEG. ഇങ്ങനെ വരുന്ന ഓട്ടോ ബ്ലോക്സിനെ ചാർട്ടിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഒരുപാട് നിങ്ങൾ ഈ ഒരു ചാർട്ടിലേക്ക് കണ്ണ് നിങ്ങളുടെ ഐസ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ കണ്ണ് ട്രെയിൻഡ് ആയാലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, കുറേ ഇത് ബാക്ക് ടെസ്റ്റ് ഈ സാധനങ്ങൾ നിങ്ങൾ പഠിക്കുക മാക്സിമം. ഓക്കെ, കുറേ ടൈം ഇതിനു വേണ്ടി കൊടുക്കുക. ടൈം കൊടുത്തുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ഒരു 2-3 തവണ ഈ വീഡിയോസ് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈവിലും നമ്മളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ഡൗട്ട്സ് ചോദിച്ചാൽ എല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, ഏത് സമയത്തും നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചാലും ഞാനിവിടെ ഉണ്ടാവും ലൈവിൽ. സോ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡൗട്ടുകളെല്ലാം ചോദിക്കാവുന്നതാണ്. ഓക്കെ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്രൈറ്റീരിയ ഓഫ് ഗുഡ് ഓർഡർ ബ്ലോക്ക് അല്ലെ. ഗുഡ് ഓർഡർ ബ്ലോക്കിന് വേണ്ട ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ഡിസ്പ്ലേസ്ഡ് ക്യാനൽ ഉണ്ടാവണം, ഒരു സ്വീപ്പ് ഉണ്ടാവണം, ഒരു FEG ഇംബാലൻസ് ഉണ്ടാവണം, ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാവണം. സോ ഈ 4 ക്രൈറ്റീരിയാസ് ആണ് നമുക്ക് എന്തിനു വേണ്ടത്? ഒരു ഗുഡ് ഓർഡർ ബ്ലോക്കിന് വേണ്ടിയിട്ട് വേണ്ടത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്തുണ്ടാവണം? സ്വീപ്പ് അല്ലേ. ഇവിടെ നമുക്കൊരു സ്വീപ്പ് നടന്നു. സ്വീപ്പ് നടന്നു കണ്ട് എന്തുണ്ടായി? ഒരു ഡിസ്പ്ലേസ്ഡ് ക്യാനൽ ഉണ്ടാവണം അല്ലെ. ഡിസ്പ്ലേസ്ഡ് ക്യാനൽ ഉണ്ടായി. ഡിസ്പ്ലേസ്ഡ് ക്യാനൽ എന്തുണ്ടാക്കി? നമുക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വേറെ എന്തും കൂടി വേണം? ഒരു FEG വേണം. ഇതെല്ലാം നമുക്കിവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് ഒരു ഗുഡ് ഓർഡർ ബ്ലോക്കിന് വേണ്ട കാര്യങ്ങൾ? ആദ്യമേ തന്നെ ഒരു ഡിസ്പ്ലേസ്ഡ് ക്യാൻഡിൽ നോക്കിയ ഡിസ്പ്ലേസ്ഡ് ക്യാൻഡിൽ ഉണ്ടായി. സ്വീപ്പ് നടക്കണം. സ്വീപ്പ് നടന്നു. ഓക്കെ, ഇംബാലൻസർ FEG വേണം. FEG ഉണ്ടോ? ഉണ്ട്. ഓക്കെ, നാലാമത് എന്താ വേണ്ടത്? ഒരു സ്ട്രക്ചർ ബ്രേക്ക് വേണം. സ്ട്രക്ചർ ബ്രേക്ക് നടന്നു. ഓക്കെ, സോ ഈ 4 ക്രൈറ്റീരിയാസ് ആണ് ഒരു നല്ല ഓർഡർ ബ്ലോക്കിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ഓർഡർ ബ്ലോക്ക് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു 4 ക്രൈറ്റീരിയാസ് എപ്പോഴും മാർക്കറ്റിൽ ഫോം ആയിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുക. ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഓർഡർ ബ്ലോക്കിന് നല്ലൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ചൂസ് ചെയ്യുക. ഇൻ കേസ് ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ പോലും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത സാധനമാണ് സ്വീപ്പ് ഓർ മാനിപ്പുലേഷൻ നടക്കാണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഓർഡർ ബ്ലോക്കിനെ കൺസിഡർ ചെയ്യരുത്. ഓർഡർ ബ്ലോക്കിനെ മാത്രമല്ല, ഒരു എൻട്രി പോലും നമുക്ക് കയറുന്നതിന് മുമ്പ് തന്നെ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ എന്ന് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് കയറാണ്ട്. ഓക്കെ, കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവ് ആയതിനു ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഞ്ച് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ആ എൻട്രി കയറാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ കാര്യങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ 1, 2, 3 തവണ ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലൈവിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ അകത്തോ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. നമുക്ക് ഡൗട്ടുകൾ എല്ലാം അവിടെ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് എല്ലാ ഡൗട്ടുകളും നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നന്നായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് നന്നായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ചാർട്ടിൻ്റെ അകത്ത് പോയിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് കുറേ തവണ ഓർഡർ ബ്ലോക്ക് പല ടൈം ഫ്രെയിമുകളിലും പോവുക. ഓക്കെ, 5 മിനിറ്റിൽ പോവുക, 1 മിനിറ്റിൽ പോവുക, 15 മിനിറ്റിൽ പോവുക, ഈവൻ ഡേയിലും മന്ത്ലി ചാർട്ടിലും ഏത് ചാർട്ടിലും നമുക്കറിയാം ടൈം ഇസ് ഫ്രാക്ടൽ. ഏത് ടൈമിലും പോയാലും നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്സ് എല്ലാം കാണാൻ വേണ്ടി സാധിക്കും. ഈവൻ 5 സെക്കൻഡ്സിൽ പോയാൽ പോലും നമുക്ക് ഈ ഓർഡർ ബ്ലോക്സ് ഫോം ആവുന്ന എല്ലാം കാണാൻ വേണ്ടി പറ്റും. അപ്പം എല്ലാ ടൈം ഫ്രെയിമിലും പോയിട്ട് നിങ്ങളിത് മാർക്ക് ചെയ്ത് നല്ലതായിട്ട് ട്രെയിൻഡ് ആവുക. കണ്ണ് നന്നായിട്ട് ട്രെയിൻ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുവരെ ബൈ.